അതിപ്പോ ഇത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. റസിയ ഇളിച്ചു പറഞ്ഞതും ശ്വാസമൊന്ന് തലക്കടിച്ചു മേമയെ നോക്കി. മേമയൊന്ന് ഇളിച്ചു കാണിച്ചതും ജ്യൂസുമെടുത്തവൻ തന്റെ റൂമിലേക്ക് ചെന്നു. മുബാറക് മഹൽ എന്ന ഒരു കൊച്ചു കൊട്ടാരം. അവിടുത്തെ രാജാവും റാണിയുമായിരുന്നു റംസാൻ മുബാറക് ആൻഡ് ആസിയ മുബാറക്. ഇരുവർക്കും 3 മക്കൾ: ആദിൽ മുബാറക്, അൻവർ മുബാറക് ആൻഡ് സുമയ്യ മുബാറക്. രണ്ടാങ്ങളമാരുടെ പൊന്നനുജത്തിയായിരുന്നു സുമയ്യ. സ്വാലിഹുമായി അവളുടെ കല്യാണം കഴിഞ്ഞതോടെ സുമയ്യ മുബാറക് നേരെ സുമയ്യ സ്വാലിഹായി മാറി. അവർക്കൊരു മകനുണ്ട്, അലൻ മുബാറക്. അവന്റെ പേരിന്റെ വാലായി മുബാറക് ചേർക്കണമെന്ന് സുമയ്യക്ക് നിർബന്ധമായിരുന്നു. അതിനെ തുടർന്നാണ് ഉമ്മ ഫാമിലിയുടെ പേരിന്റെ വാല് നമ്മളെ അലിക്കാക്ക് കിട്ടിയത്. ഇനി ആദിൽ മുബാറക്. ആളാണ് വീട്ടിലെ കാരണവർ. ആളൊരു ബിസിനസ്മാൻ ആണ്. ഭാര്യ ഫാത്തിമ മുബാറക്. ഇരുവർക്കും 3 മക്കൾ: സെയ്ൻ നിഷാം ആദിൽ, അതായത് നമ്മുടെ IPS മാമൻ. നിഷു എന്നവനെ സ്നേഹത്തോടെ വിളിക്കും. മുഹമ്മദ് ആദം ഷാസ് ആദിൽ, അതായത് നമ്മുടെ സെക്കൻഡ്. ഷാസ് എന്നവനെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കും. സ്നേഹമില്ലാത്തവർ എന്ത് വിളിക്കുമെന്ന് ചോദിക്കണ്ട, അവർ പലതും വിളിക്കും. 3ാമത്തെ സന്തതിയാണ് ദിൽന ഐഷിൻ എന്ന ദിലു. ആള് +1 ആണ് പഠിക്കുന്നത്. ആദിൽ മുബാറക്കും ഭാര്യയും ബിസിനസിന്റെ ഭാഗമായി ലണ്ടനിലാണ്. അവിടെ കിടക്കുന്നവർക്കാണ് റസിയ അവരുടെ പുന്നാരമോന്റെ സൽഗുണങ്ങൾ വിളമ്പിക്കൊടുത്ത് പാവം ഷാസന് തല്ലുകൊള്ളാനുള്ള വകയൊരുക്കുന്നത്. ഇനി അൻവർ മുബാറക്. ആളെ മുൻപേ പരിചയപ്പെട്ടല്ലോ അല്ലേ? ആള് DGP ആണ്. ഭാര്യ റസിയ. ഇരുവർക്കും ഒരേയൊരു സന്തതി, മുഹ്സിന എന്ന ചിന്നു. ആളും +1 ആണ്. അതായത് ദിലുവും ചിന്നുവും സമപ്രായക്കാരാണ്. ഏതു നേരവും ഒരുമിച്ചാണ് രണ്ടും, സയാമീസ് ഇരട്ടകളെ പോലെ. ക്ലാസ് കഴിഞ്ഞതും ഐറ നേരെ തനിക്ക് ജോബ് കിട്ടിയ മാളിലേക്ക് പോയി. അവിടുത്തെ സാറിന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ മാളിന്റെ MD പറഞ്ഞിട്ടാണ് തന്നെ ഇവിടെ സെലക്ട് ചെയ്തത്. അയാൾ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചു. അഞ്ജലി, ഇവിടെ 2nd ഫ്ലോറിലാക്കിയേക്കും. സർ, ഇവൾ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. എന്തോ പറയാമെന്ന അഞ്ജലി ചേച്ചിയെ അയാൾ തടഞ്ഞു. അയാൾക്ക് നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയത് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. കാര്യം വേറൊന്നുമല്ല, നീ 1ാമത് കോളേജ് സ്റ്റുഡൻ്റ് ആണ്. സോ നിന്റെ പഠനം കഴിഞ്ഞ് നീ എപ്പോൾ വരുമെന്നാ കരുതുക? പിന്നെ പഠിക്കാനുള്ള ബാക്കി സമയം നീ ഇവിടെ ചിലവഴിക്കുന്നതും മൂപ്പർക്ക് ഇഷ്ടമല്ല. ഇവിടെ പണിക്ക് നിന്നതിൻ്റെ പേരിൽ നിന്റെ മാർക്ക് കുറയാൻ പാടില്ല എന്ന വാശി മൂപ്പർക്കുണ്ട്. സോ ഇന്നു മുതൽ നിന്നെ നല്ലോണം അങ്ങ് കഷ്ടപ്പെടുത്തി നിന്നെക്കൊണ്ട് ജോലി വേണ്ടാന്ന് വന്ന് പറയിപ്പിക്കും സാർ. അങ്ങനെയാണോ? അതുകൊണ്ട് നിനക്കുള്ള 8ന്റെ പണി എന്താന്ന് വെച്ചാൽ ഈ 2nd ഫ്ലോറിലെ ഡ്രസ്സിൻ്റെ മുഴുവൻ കസ്റ്റമേഴ്സിനെ നീ മാനേജ് ചെയ്യണം. കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഞാൻ നോക്കാം. പിന്നെ ആ സാറിനോട് പോയി പറഞ്ഞേക്കും ഇവിടെ പണിക്ക് നിന്നെന്ന് വെച്ച് ഈ ഐറയുടെ മാർക്കൊന്നും കുറയാൻ പോണില്ല എന്ന്. അവളൊന്ന് കണ്ണടിച്ച് കാണിച്ചുകൊണ്ട് തൻ്റെ വർക്കിലേക്ക് മുഴുകി. 12 മണി വരെ ജോലി സമയമായിരുന്നു ഐറയ്ക്കും. ഡ്രസ് സെക്ഷൻ്റെ അവിടെ അവൾ തനിച്ചായതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേ സമയം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. പിറ്റേ ദിവസം കോളേജിലെത്തിയ ഷാസ് കാണുന്നത് തൻ്റെ കൂട്ടുകാരെല്ലാം വാഗമരച്ചുവട്ടിലിരുന്ന് സൊറ പറയുന്നതാണ്. അതോടെ ക്ലാസ്സിലേക്ക് പോകാതെ ഷാസും അവർക്കൊപ്പം കൂടി. അല്ലടാ, എന്തായി നിന്റെ പ്രണയം? അക്കു ഷാസിനെ നോക്കി പിരികമുയർത്തി. എന്താവാൻ, ആ പെണ്ണിനെ എങ്ങനെയും വളച്ചെടുക്കണം. ഷാസ് അവനെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഡാ, നീ സീരിയസ്ലി അവളെ പ്രണയിക്കുന്നുണ്ടോ? എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റാമി ഷാസിനെ സംശയത്തോടെ നോക്കി. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അക്സെപ്റ്റ് ചെയ്യണ്ട. ബട്ട് ഷാസ് ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ഷാസിന് ആയിഷയെ ഇഷ്ടമാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഷാസ് അവരെ പുച്ഛിച്ച് മുഖം തിരിച്ചതും പാച്ചുവിൻ്റെ മുമ്പിലേക്ക് വന്ന് ഷാസിൻ്റെ നെഞ്ചിലേക്ക് കൈവച്ചു. ഞാനിപ്പോൾ പറഞ്ഞുതരാം ഷാസിന് ഐറ ഇഷ്ടമാണോ അല്ലേ എന്ന്. പാച്ചു പറഞ്ഞത് കേട്ട് ഇവനിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന രീതിയിൽ അവരെല്ലാം പാച്ചുവിനെ നോക്കി. അകിട്ടം പകിട്ടം ആലം ഫാലം ഇക്കിട്ടം പിക്കിട്ടം തോം ധമാദ. അകിട്ടം പകിട്ടം ഷാസിൻ്റെ ഹൃത്ത് തകിടം മറിച്ചു ഐറ. ഓം 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 ഓം. പ്രണയമോ? ഷാസിൽ പ്രണയമോ? വായി തോന്നിയ പലതും പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു. ശരിക്ക് ഇതിന് വട്ടായോ എന്ന പോലെ അവരെല്ലാം അവനെ നോക്കി. ഡാ, നമ്മളെ ഷാസ് പ്രണയത്തിൽ വീണടാ. എന്നിട്ട്? കെവി അവനെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ടൊന്നുമില്ല, അവൻ ചുമ്മാ പറയുന്നല്ല അവളെ ഇഷ്ടമാണ്. പിന്നെ നീ ഇപ്പോൾ ചൊല്ലിയ മന്ത്രം പറഞ്ഞു തന്നെയാണോ? കെവി കണ്ണുവിടർത്തി ചോദിച്ചതിന് പാച്ചു ഗമയിലൊന്ന് മൂളി. അവരോടോരോന്ന് സംസാരിച്ചിരിക്കെയാണ് ഷാസിന്റെ കണ്ണ് ഗേറ്റ് കടന്നു വരുന്ന ഐറയിലേക്ക് നീണ്ടത്. ഹേയ് ഐഷ! ആയിഷ നിന്റെ മറ്റവള്. തന്നെ കണ്ടതും പുച്ഛിച്ചവൾ പറഞ്ഞത് കേൾക്കെ അവനൊന്ന് ചിരിച്ചു. മറ്റവൾ നീയല്ല ഐഷ? ഇക്കാന്റെ മോള് ഇക്കാന്റെ കൂടെ കറങ്ങാൻ പോരുന്നു. ഷാസ് അവളെ നോക്കി സൈറ്റ് അടിച്ച് അവൾക്കൊപ്പം മുന്നോട്ട് നടന്നു. ഒരു പെണ്ണിനെ കണ്ടതും അവൾക്കൊപ്പം കൊഞ്ചിപ്പോകുന്ന ഷാസിനെ അവന്റെ ഫ്രണ്ട്സ് ആദ്യമായി കാണുകയായിരുന്നു. അവർ ഞെട്ടലോടെ അവനെ നോക്കി. ഇക്കയല്ല കൊക്ക. ദേ ആദം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആയിഷ അല്ല. എന്നെ അങ്ങനെ ഇതുവരെ ആരും വിളിച്ചിട്ടും ഇല്ല. അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടവുമല്ല.
അപ്പോൾ നീ എന്നെ ആദമെന്ന് വിളിക്കുന്നതോ? എന്നെയും ആരും ആദമെന്ന് വിളിക്കാറില്ല. ഞാൻ മാറ്റി വിളിച്ചോളാം. അപ്പോഴാണ് താൻ ഷാസിനെ ആദമെന്നാണ് വിളിച്ചത് എന്ന് അവളും ശ്രദ്ധിച്ചത്. വേണമെന്നില്ല. നീ എനിക്കും നിനക്ക് ഞാനും സ്പെഷ്യലായതുകൊണ്ട് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി തന്നെ നമുക്ക് പേര് വിളിക്കാം. അപ്പോൾ ഇന്നു മുതൽ നീ ആദമിൻ്റെ ആയിഷയാണ്. ഷാസ് സൈറ്റ് അടിച്ചു പോയതും ഐറ ദേഷ്യത്തോടെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലേക്ക് അർഷി കയറിയതിന് പിന്നാലെ തന്നെ റിനുവും ക്ലാസ്സിലേക്ക് വന്നിരുന്നു. സാറ് വന്നു. ഞാൻ ഇന്നും ലേറ്റായോ? അയ്യോ, ഇമ്പോസിഷൻ. റിനു ഞെട്ടലോടെ അർഷിയെ നോക്കി. അർഷി വാച്ചിലേക്കൊന്ന് നോക്കി. നേരത്തെയാണ് അവൾ ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് മൂളിക്കൊണ്ട് അവളോട് ക്ലാസ്സിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. താങ്ക് യു സർ, ഐ ലവ് യു ഉമ്മ. ഇമ്പോസിഷൻ പ്രതീക്ഷിച്ച അവളോട് നല്ല പോലെ ക്ലാസ്സിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞ അർഷിയെ അവളൊരു നിമിഷം ഞെട്ടലോടെ നോക്കി. പെട്ടെന്ന് സന്തോഷത്തോടെ ചുണ്ടുകൂർപ്പിച്ച് അവൾ അർഷിക്കൊരു ഫ്ലൈയിങ് കിസ്സും കൊടുത്ത് ഐറക്കടുത്ത് ചെന്നിരുന്നു. അർഷിയുടെയും കൂടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെയും കിളിതോ പറന്നു പോകുന്നു. അവരൊക്കെ ഇവളെന്താ ഇങ്ങനെ എന്ന രീതിയിൽ അവളെ നോക്കി. സാറിനോട് ഒരു പേടിയും കൂടാതെ വളരെ അടുത്ത് പെരുമാറുന്ന റിനുവിനെ എല്ലാവർക്കും അത്ഭുതമായി തോന്നി. എന്നാൽ ഐറക്ക് ഇതിനെല്ലാം പുല്ലുവിലയായിരുന്നു. കാരണം ഐറക്ക് നന്നായിട്ട് അറിയാം റിനു ആരെന്നും അവളുടെ സ്വഭാവം എന്തെന്നും. അർഷിയുടെ പറന്ന കിളികൾ ഇതുവരെ തിരിച്ചു കൂട്ടിൽ കയറിയിട്ടില്ലെന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അർഷി അവളെ തന്നെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഓയ് സാറേ, സാറെന്താ എന്നെ വായി നോക്കി നിൽക്കുന്നേ? സാറിന്റെ ഭംഗി കണ്ട ആസ്വദിക്കാണോ? അവളൊരു ചിരിയോടെ അർഷിയെ നോക്കി. അർഷിയാകെ വിയർത്തൊലിക്കുക. ഈ പെണ്ണെന്താ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ എന്ന ചിന്തയും അർഷിയിലുണ്ട്. ഐറ, ഞാനും നീയും 2 കൊല്ലം ഒരു കൂടിക്കാഴ്ചയോ ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ഒന്നുമില്ലായിരുന്നല്ലേ? ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ റിനു എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ചോദിക്കുന്നത് കേട്ട ഐറ അവളെ നോക്കി. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഐറക്കാതെ കഴിക്കാൻ നോക്കുന്നീ, ഗൗരവത്തോടെ പറഞ്ഞ ഐറയുടെ കൺകോണിൽ ചെറുതായി കണ്ണീർ പൊടിഞ്ഞത് കണ്ട് റിനു പെട്ടെന്ന് തന്നെ മൗനത്തെ കൂട്ടുപിടിച്ചു. കാരണം ഐറയുടെ പേരൻസ് മരിച്ച ആ സമയത്താണ് 2 വർഷം തങ്ങൾ അകന്നു നിന്നത്. അവളുടെ ഉമ്മ ഫാമിലിയുടെ അടുത്തേക്ക് പോയതായിരുന്നു അവൾ. അവിടുന്ന് തിരിച്ചു വരുന്നവരെ അവളുമായി യാതൊരു കോണ്ടാക്റ്റും തനിക്കില്ലായിരുന്നു. റിനുവിൻ്റെ മനസ്സ് വെറുതെ ഓരോന്ന് ചിക്കിത്തിരിയാൻ തുടങ്ങിയതും അവൾ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഐറ ഒന്നും പറയാൻ തുനിഞ്ഞിരുന്നില്ല. ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരുന്ന റിനുവിനെ ആരോ വലിച്ചൊരു ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കയറ്റിയിരുന്നു. ഞെട്ടലോടെ തന്നെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന ആളിലേക്ക് അവൾ നോക്കി. ഐറക്കടുത്തു നിന്ന് തിരികെ കൂട്ടുകാർക്കടുത്തെത്തിയ ഷാസ് പെൺപിള്ളേരെ അടുത്തേക്ക് വിളിച്ച് എന്തോ പറയുന്ന പാച്ചുവിനെ നോക്കി. അതെ കൊച്ചേ, ഒന്നിങ്ങ് വന്നേ. അവർക്കടുത്തൂടെ പോകുന്ന ഒരു പെണ്ണിനെ വിളിച്ച് പാച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചു. എക്സാം സിമ്പിൾ, ഞാൻ സിംഗിൾ, നമുക്കാവാം മിങ്കിൾ. പാച്ചു അവളെ നോക്കി വൃത്തിക്കിളിച്ചതും കിളി പാറിയ പോലെ അവൾ അവനെ നോക്കി നിൽക്കുന്നത് കണ്ട പാച്ചു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഒന്നുമില്ല പെങ്ങളെ, പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞയച്ചു. പാവം, സിംഗിളായ പാച്ചുവിന്റെ രോദനം കാണാൻ ഇവിടെ ആരുമില്ല. പാച്ചു സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ ഫ്രണ്ട്സിനെ നോക്കി.